10 മാസം പ്രായമുള്ള കുഞ്ഞ് സംസ്ഥാനത്തെ ആദ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവുകയാണ് നോവായി ആലിൻ. വാഹനാപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ആലിൻ ഷെറിൻ എബ്രഹാം 5 കുഞ്ഞുങ്ങൾക്ക് പുതുജീവൻ നൽകിയാണ് ഈ ലോകത്തോട് വിട പറയുന്നത്. പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശികളായ അരുൺ എബ്രഹാമിന്റെയും ഷെറിൻ ആൻഡ് ജോണിന്റെയും മകൾ 10 മാസം പ്രായമുള്ള ആലിന്റെ വൃക്കകളും ഹൃദയവാൽവും കരളും നേത്രപടലങ്ങളുമാണ് ദാനം ചെയ്യുന്നത്. കരൾ കിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 6 മാസം പ്രായമുള്ള ഡ്രിയയ്ക്കും വൃക്കകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള 10 വയസ്സുകാരി ശ്രേയയ്ക്കുമാണ് മാറ്റിവെക്കുക. അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരത്തേക്ക് അവയവങ്ങളുമായുള്ള ആംബുലൻസ് എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് അലക്സ് റാം മുഹമ്മദ്, ജിബിൻ JB, കിംസ് ആശുപത്രിയിൽ നിന്ന്, അതുപോലെ തന്നെ കിംസ് ആശുപത്രിയിൽ നിന്ന് വിനേഷ് കുമാർ എന്നിവർ തത്സമയം ചേരുന്നുണ്ട്. ആദ്യം അലക്സ് റാം മുഹമ്മദിലേക്കാണ്. അലക്സ്, 7:20 കൊച്ചിയിൽ നിന്ന് ഈ അവയവങ്ങളുമായുള്ള ആംബുലൻസ് അങ്ങോട്ട് പുറപ്പെട്ടത്. ഇനിയിപ്പോൾ എത്ര സമയമെടുക്കും? എത്താറായോ അവിടെ? അമൃത, വെഞ്ഞാറമൂട് പിന്നിട്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഒരു 10 മിനിറ്റിനുള്ളിൽ ഈ അവയവം, അതായത് ആദ്യത്തെ അവയവം നൽകുന്നത് കിംസിലാണ്. കിംസിൽ കരൾ നൽകുന്നു. ആ ആംബുലൻസ് കിംസിലേക്ക് എത്തും. അത് കഴിഞ്ഞ് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ വൃക്കകൾ കൈമാറും. അതിനുശേഷമാണ് ശ്രീചിത്രയിലേക്ക് എത്തി ഹൃദയവാൾവ് കൂടി കൈമാറുക. അതിന് നിമിഷങ്ങൾ മാത്രം, ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് പരമാവധി എന്ന് പറയാം. 15 മിനിറ്റിനുള്ളിൽ തന്നെ അവർ അതിവിടെ എത്തിക്കും. കാരണം നേരത്തെ അമൃത സൂചിപ്പിച്ചതുപോലെ 7:20 കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്ന് ആംബുലൻസ് ഈ പ്രയാണം യാത്ര ആരംഭിച്ചത്. സമയം 10:10 ആകുന്നതേ ഉള്ളൂ. അതിനുള്ളിൽ ഏതാണ്ട് 3 മണിക്കൂറിനടുത്ത് സമയത്തിനുള്ളിൽ അവർ ഇവിടേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്ര കണ്ട് ആ ഡ്രൈവർമാർ പാഞ്ഞു കൊണ്ടുവരികയാണ്, ഈ അവയവങ്ങൾ കൊണ്ടുവരികയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുഞ്ഞാലിന്റെ 10 മാസം പ്രായമുള്ള ആലിന്റെ ഈ അവയവങ്ങൾ 5 കുരുന്നുകൾക്കാണ് പുതുജീവൻ നൽകുന്നത്. അതിൽ 2 വൃക്കകളും തകരാറിലായ 10 വയസ്സുകാരി നെയ്യാറ്റിൻകര സ്വദേശി ശ്രേയ തിരുവനന്തപുരത്ത് SITയിലായിരുന്നു ചികിത്സയിലുണ്ടായിരുന്നത്. ഇന്നു രാവിലെയാണ് ഈ അവയവ മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആശുപത്രി അധികൃതർ മാതാപിതാക്കളെ അറിയിക്കുന്നതും കുഞ്ഞിനെ ഇവിടേക്ക് കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്യുന്നതും. എന്താണെങ്കിലും സർജറി ഇന്ന് നടക്കും. ഈ 2 വൃക്കകൾക്ക് വളർച്ചക്കുറവാണ് ആ കുഞ്ഞിനുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ആ 2 വൃക്കകളും മാറ്റിവെക്കുകയാണ് ആ കുഞ്ഞിന് ജീവൻ നിലനിർത്താനുള്ള പോംവഴി. ആ സർജറി ഇന്ന് നടക്കും. ആ കുഞ്ഞിന്റെ വൃക്കയും അതുപോലെ ആലിന്റെ വൃക്കയുമായുള്ള ക്രോസ് മാച്ചിങ് കഴിഞ്ഞു. ആ കുഞ്ഞിനത് ചേരുമെന്ന് ഉറപ്പായിട്ടുണ്ട്. 10 വയസ്സാണ് ശ്രേയയുടെ പ്രായം. അതിനുള്ള, അതായത് ശസ്ത്രക്രിയയ്ക്ക് മുന്നോടിയായിട്ടുള്ള ബാക്കി നടപടികളെല്ലാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പൂർത്തിയാകും. കിംസിലാകട്ടെ സമാനമായി തന്നെ ശസ്ത്രക്രിയക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. 6 മാസം പ്രായമുള്ള നെയ്യാറ്റിൻകര സ്വദേശിയായ ഡ്രിയയ്ക്കാണ് ഈ കരൾ പകുത്തു നൽകുന്നത്, അതായത് ആലിന്റെ കരൾ നൽകുന്നത്. ഡ്രിയ ജന്മന തന്നെ കരൾ രോഗത്തെ തുടർന്ന് കരൾ പ്രശ്നമായിരുന്നു. കരൾ മാറ്റിവെക്കാനുള്ള ശസ്ത്രക്രിയ വേണമെന്ന് ഡ്രിയയുടെ മാതാപിതാക്കളോട് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു. ഇതിനുള്ള സഹായം തേടി അവർ 24 അടക്കം സമീപിച്ചിരുന്നു. നമ്മളടക്കം വാർത്ത ചെയ്തതാണ് ഡ്രിയയുടെ കാര്യം. ഡ്രിയയുടെ ഈ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ആളുകളുടെ സഹായം അഭ്യർത്ഥിച്ച് നമ്മൾ അടക്കം രംഗത്തെത്തിയതാണ്. ആ പിതാവ് നമ്മളോട് പ്രതികരിച്ചത് കൊണ്ടു. അരുണിനോടും ഷെറിനോടും എന്തു പറയണം, സന്തോഷമാണോ ദുഃഖമാണോ എന്ന് അറിയില്ല എന്നാണ് അദ്ദേഹം നിറ കണ്ണുകളോടെ ഇടർന്ന ശബ്ദത്തോടെ 24നോട് പ്രതികരിച്ചത്. അങ്ങനെയാണ്, അതായത് ഈ അരുൺ ഷെറിൻ ദമ്പതികളുടെ മകൾ ആലിൻ ജീവിക്കും, ആലിൻ ഡ്രിയയിലൂടെ ജീവിക്കും, ശ്രേയയിലൂടെ ജീവിക്കും എന്നാണ് അവർ പറയുന്നത്, ആ മാതാപിതാക്കൾ പറയുന്നത്. ആ കുഞ്ഞിനെ മറ്റു കുഞ്ഞുങ്ങളിലൂടെ ആ കുഞ്ഞിന്റെ ജീവിതം അരുൺ ഷെറിനും കാണാൻ പറ്റും. ഈ ഹൃദയവാൾവ് നൽകുന്നത് 10 മിനിറ്റിനകം തന്നെ തിരുവനന്തപുരത്തേക്ക് ആശുപത്രിയിലേക്ക് ഈ അവയവങ്ങളുമായുള്ള ആംബുലൻസ് എത്തിച്ചേരുമെന്ന് തന്നെയാണ് കരുതുന്നത്. അലക്സ് റാം മുഹമ്മദ് ആണ് മെഡിക്കൽ കോളേജിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.